ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു വർക്കിന് വേണ്ടിയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ഈസ്റ്റ് സബ് ഡിസ്ട്രിക്ട് കേരള കലോത്സവം ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് കുരിച്ചിറ സെൻറ്റ് പോൾ സ്കൂളിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. തീരെ സമയമില്ലാത്ത സമയത്താണ് ഞാൻ ഒരുങ്ങി മേക്കപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഒരു പഴയ ഡാൻസ് ടീച്ചറുണ്ട്, ലത ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ചേച്ചി മേക്കപ്പ് ചെയ്യും. എന്നോട് ഡ്രസ്സും ഹെയറും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വിളിച്ചിരുന്നത്. എന്തായാലും ചേച്ചിയുടെ കൂടെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. പൊട്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല, സമയമില്ല. സമയത്ത് 6 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ എന്തായാലും നിങ്ങളാരും എന്നെ കണ്ട് പേടിക്കൊന്നും വേണ്ട. ലിപ്സ്റ്റിക്കൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഈ സമയത്ത് കമ്മലൊക്കെ ഇടുന്നുണ്ട്. വളരെ സൂക്ഷിച്ച് കമ്മലൊക്കെ ഇട്ടില്ലെങ്കിൽ അതിൻ്റെ ബട്ടൺസ് തറയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. കിട്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കമ്മൽ തന്നെ ഇടാൻ പറ്റില്ല. എനിവേ എന്തായാലും വളരെ ഫാസ്റ്റായിട്ട് ഞാൻ ഒരുങ്ങുന്നുണ്ട്. ഒരുങ്ങി എത്രയും വേഗം ലത ചേച്ചിയെ എടുത്തിട്ട് വേണം നമുക്ക് കുരിച്ചിറ സെൻറ്റ് പോൾ സ്കൂളിലേക്ക് എത്താനായിട്ട്. ഈ ലിപ്സ്റ്റിക്ക് ഞാൻ സുഡിയോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. വളരെ നല്ലൊരു ഷെയ്ഡാണ്. എന്നെപ്പോലുള്ള ഡസ്കി സ്കിൻ ടോണുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയൊരു ലിപ്സ്റ്റിക്കാണ്. റെഡിയായി കഴിഞ്ഞു, വണ്ടി എടുത്തു. പൊന്നുമാണ് എനിക്ക് എൻ്റെ വീഡിയോ എടുത്ത് തരുന്നത്. പുള്ളിക്കാരി രാവിലെ ട്യൂഷനിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ആളുടെ ഫുഡിൻ്റെ കാര്യമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ട് അവിടേക്ക് ഇനി പോവുകയാണ്. ലത ചേച്ചിയുടെ വീടാണ്. ഇതാണ് ലത ചേച്ചി, എൻ്റെ പഴയ ഡാൻസ് ടീച്ചറാണ്. അങ്ങനെ ലത ചേച്ചി എടുത്തു, സെൻറ്റ് പോൾസിലേക്ക് ചെന്നു. കുട്ടികളെ ഹെയറും സാരിയുമായിരുന്നല്ലോ ഞാൻ ചെയ്തിരുന്നത്. ഇതും പൊന്നുവിൻ്റെ ഒരു കൂട്ടുകാരിയാണ്. അവിടെ ചെന്നപ്പോൾ സപ്തവർണ്ണയുടെ അമ്മയെല്ലാം ചോദിച്ച് വന്നൊരു കുട്ടിയാണ് മേഘ്ന. അവൾക്ക് ഞാൻ ഹെയർ ചെയ്തു. ബാക്കിയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും സാരിയും ഹെയറും. ഇതെനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് ഹെയറും സാരിയും ചെയ്യാൻ പോകുന്നത്. അതൊരു പുതിയ ഒരു അനുഭവം തന്നെയായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ സാരി ഇതിന് മുന്നേ ഉടുപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. പിന്നെ കുറച്ച് നേരം വർക്ക് കഴിഞ്ഞിട്ട് ലച്ചിച്ചിയുടെ മേക്കപ്പൊക്കെ ഞാൻ നോക്കി പഠിച്ചു. പിന്നെ കുട്ടികളെ വിഷ് ചെയ്തു. നന്നായിട്ട് കളിച്ചോളൂ കേട്ടോ. ഏകദേശം ഒരു 8:45 9 മണിയോടെ ഞാൻ ഇറങ്ങി. ഇനിയൊരു വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.